അച്ഛൻ വീണ്ടും കൊടി തുടങ്ങിയതാ ആകെയുള്ളൊരു പ്രശ്നം. വീണ്ടും തുടങ്ങിയെന്ന് എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായി. അച്ഛൻ കള്ളു കുടിച്ചിട്ട് ചേച്ചിയോട് വഴക്കുണ്ടാക്കിയോ? ഇല്ല മോളെ, ഇവിടെ ഒരു പ്രശ്നമില്ല. ഇവിടെ കുഴപ്പമൊന്നുമില്ല. ദിവ്യപ്രഭ ആന്റിയിൽ നിന്നും ചൈത്രയിൽ നിന്നും മിഥുനേട്ടൻ എന്നെ സംരക്ഷിക്കുന്നുണ്ട്. മിഥുനേട്ടന് എന്നോട് വലിയ സ്നേഹം. അടുക്കളയിൽ ഒരു ജോലിയും ചെയ്യാൻ എന്നെ സമ്മതിക്കുന്നില്ല. അതിനൊക്കെ വേറെ ആളുകളുണ്ടല്ലോ. ഞാനിങ്ങനെ ഞങ്ങളുടെ റൂമിൽ തന്നെ വെറുതെ ഇരിക്കുക. ഞാൻ ചേച്ചിയോട് സംസാരിക്കുന്നത് മിഥുനേട്ടൻ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ഫോണിന്ന് ലൗഡ് സ്പീക്കറിലിട്. എനിക്ക് മിഥുനോട് സംസാരിക്കാമല്ലോ. ഹലോ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. പക്ഷേ മിഥുനേട്ടൻ ഇപ്പൊ മറ്റൊരു കോളിലാ ചേച്ചി. നീ എന്നോട് കള്ളം പറയാണോ? അല്ല ചേച്ചി, ഞാനെന്തിനാ ചേച്ചിയോട് കള്ളം പറയുന്നേ? മിഥുനേട്ടൻ എന്നെ വലിയ ഇഷ്ടാ. ഇപ്പൊ പാർട്ടിയുടെ നേതാക്കന്മാരാരോ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നെ മിഥുനേട്ടൻ വിളിക്കുന്നു. ഞാൻ പിന്നെ വിളിക്കാം ചേച്ചി. ശരി മോളെ. കീർത്തി മോളാണോ വിളിച്ചേ? എനിക്കും അവളോടൊന്ന് സംസാരിക്കണമായിരുന്നു. അവള് ഫ്രീ ആകുമ്പോ വിളിക്കും. ഞാൻ നമ്മളിവിടെ എത്തിയ കാര്യം വിളിച്ചു പറഞ്ഞില്ലായിരുന്നു, അതിനുവേണ്ടി വിളിച്ചതാ. അവക്കവിടെ സന്തോഷമല്ലേ? അതെ അമ്മ, നമ്മള് ഇവിടെ ആണല്ലോ എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ അവക്ക്. ആ ദിവ്യപ്രഭ ഒട്ടും ശരിയല്ല. എന്നാലും മിഥുൻ മോന് അവളോട് സ്നേഹം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അവൻ വലിയ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അമ്മായിയമ്മ പോരൊന്നും സമ്മതിച്ചു കൊടുക്കില്ല. ആര്യൻ സാറേ, രാവിലെ ഫ്രെഡി വിളിച്ചിരുന്നു. സാറ് കൊടുക്കാനുള്ള കാശ് ഉടനെ കിട്ടണമെന്നാ പറഞ്ഞിരിക്കുന്നത്. 50 ലക്ഷം രൂപയോളം കൊടുക്കണം. ഉടനെ ആ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അവന്മാര് പ്രശ്നം ഉണ്ടാക്കും. എനിക്കറിയാം. അത് കൊടുക്കാൻ വേണ്ടിയാണ് എന്റെ കംപ്ലീറ്റ് ഇമേജും തകർത്ത് കമ്പനിയിൽ ഫൈറ്റ് ചെയ്ത് ലിക്വിഡ് ക്യാഷ് തട്ടിയെടുത്തത്. പക്ഷേ ചൈത്രം ഉണ്ട്. ആ ക്യാഷ് അവൾ വിദേശത്ത് കൊണ്ട് പൊടിക്കുകയും ചെയ്തു. എന്നാലും എന്റെ പ്ലാൻ എങ്ങനെ ലീക്കായി? തന്നോട് മാത്രമേ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. കാശ് വരാൻ അടുത്ത വഴി നോക്ക്, അല്ലെങ്കിൽ പിടിച്ചേക്കാൻ പറ്റില്ലേ. ഡാഡിയുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കാൻ ഒരു വഴിയുണ്ട്. പക്ഷേ അതിത്തിരി തറയാ. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴിയിലൂടെ ചിലപ്പോൾ എനിക്ക് സഞ്ചരിക്കേണ്ടി വരും. SP സാറിനെ തട്ടാനാണോ ഭാവം? നീ എന്താണ് വിചാരിച്ചേ? കാശിന് വേണ്ടി ഞാൻ എന്റെ ഡാഡിയെ കൊല്ലുന്നോ? പലതും പറഞ്ഞ് ഞാൻ എന്റെ ഡാഡിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ ഡാഡി എന്നെ അവഗണിച്ചിട്ട് ചൈത്രയ്ക്കും മിഥുനേട്ടനും കാശ് വാരിക്കൊടുത്തതിൽ ഒടുക്കത്തെ ദേഷ്യമുണ്ട്. പക്ഷെ ഡാഡിയുടെ മരണം ഞാനത് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. മനസ്സിലായോ? സുരേഷം, അത് വിട്. വാ. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ ഫ്രണ്ട്സിനെ ഉപയോഗിച്ച് ഒരു കിഡ്നാപ്പിംഗ് നാടകമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതെ, ഇനിയും കഴുത്തിന് പിടിക്കരുത്. എന്റെ അറിവില്ലായ്മയാണെന്ന് കരുതി ക്ഷമിക്കണം. SP സാറിനെ തട്ടിക്കൊണ്ടുപോകാനാണ് ഉദ്ദേശം? നല്ല ചോദ്യം. വേണമെങ്കിൽ അതും ആലോചിക്കാവുന്നതാണ്. പക്ഷേ തൽക്കാലം അത്രയ്ക്കും പോണ്ട. ഞാൻ എന്നെ തന്നെയാണ് തട്ടിക്കൊണ്ടുപോകുന്നത്. എനിക്കൊരാവശ്യം വന്ന കാശ് മുടക്കാമെന്ന് ഡാഡി പറഞ്ഞല്ലോ. അപ്പൊ എന്നെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുമെന്ന് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാലും ഡാഡി കാശ് മുടക്കില്ലേ? എന്റെ ജീവന് ഞാൻ 1 കോടി രൂപ വിലയിടും. 50 ലക്ഷം ഫ്രെഡിക്ക് കൊടുത്തിട്ട് ബാക്കി എനിക്ക് എടുക്കാലോ. സൂപ്പർ പ്ലാൻ. ഇത് പൊളിക്കും. ഓ, ഇതാ സത്യവതിയ.
ഓ ഇത് വല്ലാത്ത ശല്യമായല്ലോ. ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ആ കുട്ടിയെ ഒഴിവാക്കി വിടേണ്ടതായിരുന്നു. ആര്യൻ സാറിനെ പോലുള്ള ഒരാൾക്ക് ഇൻഷുറൻസിന്റെ ആവശ്യമില്ല. എന്നിട്ട് എന്തിനാ അതിനെ പ്രോത്സാഹിപ്പിച്ചെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. വെറുതെ ഒരു നേരം പോക്ക്, അത്രേ കരുതിയിട്ടുള്ളൂ. പക്ഷെ ഇതിങ്ങനെ കഴുത്തി ചുറ്റുന്ന വള്ളിയാവോന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അതെ, ഫോൺ എടുത്തിട്ട് ബിസിനസ് ടൂറിലാണെന്ന് പറ. 6 മാസം കഴിഞ്ഞ് വിളിക്കാൻ പറ. ഹലോ സത്യവതി, ഞാനേ ഒരു യാത്രയില്ല.